إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم جميع مشايخنا وأساتذتنا كلهم أستاذنا الشهيد علي بن سعد رضي الله عنه، أستاذنا تقي الدين محمد الدارمي القادري رضي الله عنه، وشيخنا سعيد سراج الدين بن حميد القادري، وشيخنا كمال الدين عمر القادري، وشيخنا محمد عمر الفاروق البخاري، وشيخنا عمر القادري بن القوطي، وشيخنا علي بن أبي بكر مسلم وصالح الصالحين الذين ماتوا في هذا الشهر رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين يا رب العالمين. നമ്മൾ മഹാനായ ആരെ സംബന്ധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇല്ല, വലിയൊരു മഹാനെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂ തുറാബിൻ നഖ്ശബി എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അവരുടെ നഫ്സിനെ ഒതുക്കിയെടുത്തവരാണ് അവരുടെ ജീവിത കാലഘട്ടത്തിൽ കേട്ടോ. അപ്പൊ അവരിങ്ങനെ പറയാണ്, സമയത്ത് മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ യഖൂലു സമയത്ത് അബൽ അബ്ബാസ് അൽ ബഗ്ദാദി യഖൂലു സമയത്ത് അബാ അബ്ദുല്ലാഹ് അൽ ഫാരിസി യഖൂലു സമയത്ത് അബൽ ഹുസൈൻ അൽ റാസി യഖൂലു സമയത്ത് യൂസഫ് ബിൻ അൽ ഹുസൈൻ യഖൂലു സമയത്ത് അബാ തുറാബിൻ അൽ നഖ്ശബി. നഖ്ശബിയായ അബൂ തുറാബിനെ ഞാൻ കേട്ടു. يقول ما تمنت نفسي علي شيئا قط إلا مرة واحدة. എൻ്റെ മേൽ എൻ്റെ നഫ്സ്, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവേശനത്തിൽ എൻ്റെ ശരീരത്തിനെ ഞാൻ സ്ഫുടം ചെയ്തെടുക്കുന്ന കാലഘട്ടത്തിൽ, പരിശീലനം ചെയ്തെടുക്കുന്ന കാലഘട്ടത്തിൽ, മലയാളത്തിൽ റിയാള എന്നൊക്കെ പറയും. റിയാളയുടെ കാലഘട്ടത്തിൽ എൻ്റെ നഫ്സ് എന്നോടൊന്നും കൊതിച്ചിട്ടില്ല. പക്ഷെ ഒരു സന്ദർഭത്തിനല്ലാതെ തമന്നത്ത് അലയ്യ ഖുബുസൻ വബീളൻ, ഒരു ദിവസം എൻ്റെ നഫ്സ് കൊതിച്ചു മുട്ടയും പത്തിരിയും കിട്ടിയ കൊള്ളാമെന്ന്. മുട്ടയും പത്തിരി അവർക്കുള്ള നാട്ടിൽ സർവ്വസാധാരണ കിട്ടുന്നതായിരിക്കും മുട്ടയും പത്തിരി. നമ്മുടെ നാട്ടിലാണ് നമ്മൾ പത്തിരി ഇറച്ചി എന്ന് പറയും വേണമെങ്കിൽ. ആ നാട്ടുകാർക്ക് അതാണ് എളുപ്പവും വേഗവും കിട്ടുന്ന. അങ്ങനെ ഓരോ നാട്ടിലും അങ്ങനെയാണല്ലോ, ഓരോ നാട്ടിലും എളുപ്പം കിട്ടുന്ന പല ജാതിയാണ്. നമ്മളൊക്കെ മലയാള നാട്ടിലാകും പത്തിരി ഇറച്ചി, അല്ലെങ്കിൽ ദോശയും ചമ്മന്തി, അല്ലെങ്കിൽ ദോശയും സാമ്പാറും, അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും, അപ്പവും ചമ്മന്തി, രാവിലേക്ക് അല്ലെങ്കിൽ പുട്ടും കടലയും, ഇങ്ങനെ പല ഐറ്റാണ്. പല നാട്ടുകാർക്കും പല ഐറ്റാണ്. നമ്മളിപ്പം സൗദിയിലൊക്കെ ചെന്നാൽ രാവിലെ ഒരു ഫൂളും, പിന്നെന്താണ് ഒരു ഹുബുസോ, അതിന്റെ പേരെന്താ, റൊട്ടിയോ തമ്മീസോ, അങ്ങനെ ഏതൊക്കെ പറഞ്ഞേക്കാം ആൾക്കാർ. അപ്പൊ ഓരോ നാട്ടിലും ഓരോ പ്രത്യേകതകളാണ് അത്. അപ്പൊ അങ്ങനെ കൊതിച്ചു. അതാണ് ആ മുട്ടയും പത്തിരി എന്നൊക്കെ പറഞ്ഞത്. അത് കൊതിച്ചപ്പം വാനബി സഫരി, ഞാൻ എൻ്റെ യാത്രയിലുമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ യാത്ര ഇങ്ങനെ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ യാത്ര മുറിച്ചിട്ട് ഒരു കറിയയിലേക്ക് കടന്നു. ഫഅദൽതു അനി തരീഖി ഇലാ ഖറിയത്തിൻ, ഇത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ടയും പത്തിരിയും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവൻ നഫ്സ് കൊതിച്ച അനുസരിച്ച് പോയതാണ്. ശരീരം ഇങ്ങനെ പലതും കൊതിച്ചോണ്ടിരിക്കുക, അതിന്റെ കൂടെ നമ്മൾ പോകാൻ പാടില്ലല്ലോ. ശരീരം കൊതിക്കുന്നതിന് എതിര് ചെയ്യണം. വഖാലിഫിൻ നഫ്സാന്നല്ലേ, ശരീരത്തിനോട് എതിര് ചെയ്യണമെന്നാണ് നമ്മളെ നിയമം, നമ്മളെ കായിക. സൂഫിസത്തിന്റെ കായിക അത് തന്നെ. ഒന്നാമത്തെ കായിക അതാ, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅശ്ഹിഹിമ എന്നതാണ്. അപ്പൊ ഖാലിഫിൻ നഫ്സ അല്ല, പിന്നെ നഫ്സിനോട് എതിര് ചെയ്യണം എന്നതാണ് ഈ മാർഗത്തിൽ പ്രവേശിക്കുന്നവർ വേണ്ടത്. നഫ്സിനോട് എതിരും അള്ളാഹുവിനോട് യോജിപ്പും.
അവ ആ യാത്രയിൽ നിന്ന് അങ്ങനെ തെറ്റി ഒരു കറിയിലേക്ക് കടന്നപ്പോ എന്നെ എന്ത് ചെയ്തു ഫവസബ റജുൽ. അവ എന്നാണ് എന്ത് ചെയ്യും, അള്ളാഹു തആല എന്നെ പഠിപ്പിച്ച നല്ലോണം. അള്ളാഹു പഠിപ്പിച്ചാണ്. അദ്ദബനി റബ്ബി എന്ന് പറഞ്ഞ കണക്ക് ഞാൻ എന്റെ അസ്മിൽ നിന്നും, അഥവാ ശരീര ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കായ്മ എന്നതാണല്ലോ റിയാള എന്നൊക്കെ പറയുന്നത്. റിയാദിൽ ചില ഉസ്താദുമാര് ചെറുത്താക്കും, മാംസം തിന്നാൻ പാടില്ല, ജീവുള്ളത് തിന്നാൻ പാടില്ല, ജീവുള്ളതിൽ നിന്നും വരുന്നതും തിന്നാൻ പാടില്ല, വെറും പച്ചക്കറി ആയിരിക്കും ചിലപ്പോൾ ഒരു വെറ്റിലായിരിക്കും 40 ദിവസം കഴിക്കേണ്ട, ഓരോ വെറ്റില 40 ദിവസം കഴിക്കേണ്ട. അങ്ങനെ റിയാദ വീഡിയോ ഒരു വലിയ മഹാമാരൊക്കെ നമ്മളെ ഉസ്താദുമാരിൽപ്പെട്ടവരുണ്ട്. 40 ദിവസവും ഓരോ വെറ്റില രാവിലെ. അവനങ്ങനെ 40 ദിവസം തന്നെ ഒരു ഈത്തപ്പഴം, നോമ്പ് മുറിക്കുമ്പോൾ അര, നോമ്പ് പിടിക്കുമ്പോൾ അര, അങ്ങനെ ഒരുപാട് അധ്വാനിച്ച ഉസ്താദന്മാരാണ് നമ്മളെ മശായിഖന്മാർ പലരും. നമ്മളെ അധ്വാനവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ കിട്ടുന്നതൊക്കെ തിന്നണം. ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അന്നേരം ചൂടാവും നമ്മള്. അതാ നമ്മളെ റിയാദ തീറ്റി റിയാദാണ്, മറ്റുള്ളവരുടെ റിയാദല്ല. തീറ്റി ഒഴിവാക്കിയ റിയാദയാണ് ഓർക്കുന്നത്. ഇനി പാടം കഴിഞ്ഞാലും തിന്നാവുന്നിരിക്കണ്ട, രോഗം പിടിച്ചോടേനും കിടക്കും, ഇനി ഭാഗത്ത് ചെയ്യാനും പറ്റില്ല. അങ്ങനെ നിബന്ധനയാക്കിയാൽ നിബന്ധന സ്വീകരിക്കുകയാണെങ്കിൽ ചെയ്യണം. അപ്പൊ ആ നിബന്ധന സ്വീകരിച്ച് നടക്കുന്ന സന്ദർഭത്തിലാണ് നഫ്സിനൊരു കൊതി വന്നത് ഇങ്ങനെ തിന്നാൻ. അതിന് ഞാനെന്ത് ചെയ്തു, അങ്ങനെ അങ്ങാടിയിലേക്ക് പോയി. അങ്ങനെ വഴി ആ മാർഗം വിട്ടവിടെ ഒരു നാട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാരെല്ലാം എന്നെ പിടിച്ച് കെട്ടിയിടോ. ഫവസബ റജുലുൻ വതഅല്ലഖ ബി. ഒരാൾ എന്റെ മേൽ ചാടി വീണ് അയാൾ എന്നെ പിടിച്ച് കെട്ടി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, കാന ഹാദാ മഅൽ ലുസൂസ്. ഈ ചങ്ങായി ഉണ്ടായിരുന്നു, ഇന്നലെ കൂടെ കള്ളം നടന്നപ്പോ ഇവനും ഉണ്ടായിരുന്നു കൂടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫബത്തഹൂനി വളറബൂനി, അവരെന്നെ അടിച്ചു, അവര് അത് ഇതൊക്കെ വാരി എറിഞ്ഞു. നമുക്കുണ്ടല്ലോ ചെരുപ്പ് കൊണ്ട് എറിയലും അല്ലെങ്കിൽ ബത്തക്കയുടെ തോലുകൊണ്ടൊക്കെ എന്നെ എറിഞ്ഞു, അവരടിച്ചു. 70ഓളം അടികൾ അടിച്ചു. ഞാൻ സമ്മതിക്കാൻ വേണ്ടി, ഞാനും കള്ളനായിരുന്നു സമ്മതിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനതൊക്കെ ക്ഷമിച്ചു. അള്ളാന്റെ ഖളാഅല്ലേ, ഞാൻ ക്ഷമിച്ചു. ഖാല, അങ്ങനെ മഹാനവറുകൾ പറയുകയാണ്, ഫവഖഫ അലൈനാ സൂഫിയുൻ. അപ്പൊ നോക്കുമ്പോ ഒരാൾ വന്നു. അയാൾ എന്നെ അറിയുന്ന ആളാണ്, അയാളൊരു സൂഫിയാണ്. ഫസറഖ, അയാൾ അട്ടഹസയ്യോ, ആരെങ്ങനെ പിടിച്ചിട്ടടിക്കുന്നേ? വൈഹക്കും ഹാദാ അബൂ തുറാബ് അന്നസ്സബീ. യോ, ഇതിന്റെ സൂഫിയായ മനുഷ്യനാണല്ലോ, നിങ്ങളെന്തേ കാട്ടിയതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ അവർ വയത്തകറും. അപ്പം നമ്മളെ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചതാണ് പറഞ്ഞത്. മഹാനായ അബൂ തുറാബ് തങ്ങളെ പാഠം പഠിപ്പിച്ചു. പക്ഷേ പറഞ്ഞത് അങ്ങനെ എല്ലാവരും കൂടെ ഉദുർ പറഞ്ഞു, ഉദുർ ബോധിപ്പിച്ചു, പ്രതിബന്ധം ബോധിപ്പിച്ചു. ഇല്ലെങ്കിൽ എന്നിലേക്ക് വാദഖലനി അർറജുലു, നേരത്തെ പറഞ്ഞ ആ ആള് എന്നെ പിടിച്ചോണ്ട്, ആ സൂഫിയ മനുഷ്യൻ എന്നെ പിടിച്ചോണ്ട് പോയി അയാളെ വീട്ടിൽ കിടത്തി. വഖദ്ദമ ഇലയ്യ ഖുബ്സൻ വബൈദൻ, അയാൾ പത്തിരിയും മുട്ടയൊക്കെ എനിക്ക് തന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നഫ്സിനോട്, കുൽഹ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, കുൽഹ, പഠിച്ചോ. ഇയാൾക്ക് പത്തിരി മുട്ടയല്ലേ വേണ്ട, കഴിച്ചോ എന്ന് സ്വന്തം നഫ്സിനോട് പറഞ്ഞു. എപ്പോഴ്? ഈ 70 അടി കിട്ടിയതിന് ശേഷം. മനസ്സിലായില്ലേ? അപ്പൊ അതാണ്. അവന് 70 അടി കിട്ടിയാൽ എന്തിനാ തിന്നെന്ന് ചോദിക്കും. അത് തിന്നത് നമ്മളൊരു വിരുന്ന് സൽക്കാരം നടത്തിക്കല്ല. അപ്പൊ ആ വിരുന്ന് സൽക്കാരത്തെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വഴിപ്പെടലാണ്. അപ്പൊ ആ താഴത്തെ നിലയിലാണ് അത് ചെയ്തത്. പിന്നെ എന്തല്ല, നഫ്സിന്റെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് ഭക്ഷിപ്പിച്ചതല്ല നഫ്സിനെ എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വളരെ ക്ഷമയുള്ള ആളാണ്. ഇതെല്ലാം അടിയിടിയൊക്കെ കിട്ടിയിട്ടൊന്നും ജനങ്ങളുടെ എതിരിൽ പ്രാർത്ഥിക്കുകയോ അവർക്കെതിരെ വല്ലതും പറയുകയോ ഒന്നും ചെയ്തില്ല. നമ്മളാണെങ്കിൽ നാട്ടുകാർ ഭയങ്കര കുഴപ്പമാണ്, നാട്ടുകാരെ ഒന്നാമത് ശപിച്ചിട്ട് നമ്മൾ പോകും. അത് പാടില്ലല്ലോ. അവര് ഖൗമുൻ ലാ യജ്ഹലൂൻ, ഖൗമി യജ്ഹലൂന, അറിവില്ലാത്ത ഖൗമല്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? ഖൗമുൻ ലാ യഅലമൂൻ. മനസ്സിലായില്ലേ? വഹക്കബിനുൽ ജലാ ഇക്കാറ്റ്, അത് ഇതുപോലെ വേറൊന്നാണ്. കാല ദഖല അബൂ തുറാബ്, കടന്നു വന്നു, മക്കയിൽ വന്നു. ഫീബുൻ നഫ്സ്,
നല്ല സന്തോഷത്തോടുകൂടിയും മനസ്സംതൃപ്തിയോടുകൂടിയൊക്കെ വരുന്നത്. ഫഖുൽത്തു, ഞാൻ ചോദിച്ചു, അയിന അക്കൽത അയ്യുഹൽ ഉസ്താദ്, എവിടുന്നേ ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചു. എവിടുന്നേ ഭക്ഷണം കഴിച്ചത് എന്ന് ചോദിച്ചു. അവർ ഞാൻ ഉക്കുലത്തുൻ ഫിൽ ബസറേന്ന് കഴിച്ചപ്പോൾ ഒരു പിടി ആഹാരം കഴിച്ചോണ്ടാ വന്നത്. പിന്നെ ബസറേന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് പിന്നെ ഉക്കുലത്തുൻ ബിൻ നബാസ് നബാജ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ പിന്നെ ഒരു പിടി ഭക്ഷണം കഴിച്ചു. പിന്നെ ഉക്കുലത്തുൻ ആവന ഇവിടുന്ന് ഒരു. അപ്പൊ ഇത്ര വഴിദൂരമൊക്കെ വന്നിട്ട് പോലും ഇത്രയും മസാബത്തുകൾ വഴിദൂരം കടന്നിട്ടും എന്ത് ചെയ്തില്ല, ഭക്ഷണത്തിനോട് കൊതി കാട്ടിയിട്ട്. അല്ലാതെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോയി കിടന്ന് തുടങ്ങുമല്ലോ. മഹാനായ അബൂ തുറാബ് തങ്ങളോട് ചോദിക്കപ്പെട്ടു, തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ പറഞ്ഞപ്പോ കാല അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും. അള്ളാഹു നിങ്ങളെ പഠിച്ചു, നിങ്ങൾക്ക് അവൻ ഭക്ഷണം തരും, പിന്നെ നിങ്ങളെ മരിപ്പിക്കും, പിന്നെ നിങ്ങളെ ജീവിപ്പിക്കും. ആ ഒരു ചിന്തയുടെ അടക്കനാണ് തവക്കുൽ എന്നൊക്കെ പറയും എന്ന്. മിന്നും അബൂ മുഹമ്മദ്